പ്രേമ ഈ സിലിഗുരി ഇടനാഴി ഉം. അവിടെ ആ ഇടനാഴിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ബംഗാൾ സർക്കാരിൻ്റെ കാലത്ത്, അതായത് മമതയുടെ കാലത്ത് കേന്ദ്ര സർക്കാർ ഇറങ്ങിയതാണ്. അതിനെ മമത എതിർക്കുകയും ചെയ്തതാണ്. ഉം. ഇപ്പോൾ സുവേന്ദു അധികാരിയാണ് അവിടെ ഭരിക്കുന്നത്, BJP ആണ് ഭരിക്കുന്നത്. അവിടെ ആ ഭാഗത്തെ വികസനവുമായി ബന്ധപ്പെട്ട് സുവേന്ദു പച്ചക്കൊടി കാട്ടിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ അറിയേണ്ടത്, മമത കളിച്ചത് രാഷ്ട്രീയമാണോ, പക്ക രാഷ്ട്രീയമാണോ? ഈ പറയുന്ന ഒരു പുരോഗതിയാണ് രാജ്യത്തിന് വേണ്ട. അത് ചിക്കൻ നെക്ക് എന്ന് പറയുമ്പം അവിടെ ശരിക്കും ഒരു നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട സ്ഥലവും കൂടെയാണ്. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? ചേട്ടൻ പറഞ്ഞത് ഇപ്പൊ രണ്ടിടത്തും BJP ആണ്. ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. മുൻ സംസ്ഥാന സർക്കാരിന്റെ കാലത്ത്, മമതാ ബാനർജി അധികാരത്തിലിരുന്ന കാലത്ത്, ഈ ചിക്കൻ നെക്കിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. അതെ. കാരണം ഈ സംസ്ഥാനം ഈ ചിക്കൻ നെക്ക് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും. അതെ അതെ. നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒരു 8 എണ്ണം പറയുകയാണെങ്കിൽ അസം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ, സിക്കിം. ഇപ്പോൾ ഇത്രയും 8 സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയൊരു പാസേജാണ് ഈ സിലിഗുരി ഇടനാഴി. അപ്പോൾ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ വീതി 20 മുതൽ 22 കിലോമീറ്റർ വരെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ തന്ത്രപ്രധാനമാണ്. കാരണം 3 രാജ്യങ്ങൾ ഇതിൻ്റെ അതിർത്തിയിലുണ്ട്. ഒന്ന് ഭൂട്ടാൻ, നേപ്പാൾ, പിന്നെ ബംഗ്ലാദേശ്. പിന്നെ ചൈനയ്ക്കും വേണമെങ്കിൽ ഇതിലൊരു നോട്ടം നോക്കാം. കാരണം തിബറ്റ് ചൈനയുടെ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ തിബറ്റിലെ ഒരു ചുംബി എന്ന് പറയുന്നൊരു താഴ്വര, അത് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചൈനയ്ക്ക് ഈ ചിക്കൻ നെക്കിലേക്ക് വെറും 130 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ ഈ ചിക്കൻ നെക്കിൽ ചൈനയ്ക്ക് വേണമെങ്കിൽ ഒരു സൈനിക മുന്നേറ്റം നടത്തിയാൽ നമ്മുടെ ഈ 8 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നമുക്കുള്ള ഭൂമി മാർഗമുള്ള ആക്സസ് അങ്ങ് മുറിഞ്ഞു പോകും. പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ് അവിടെ ചൈന ഒരു നോട്ടമിട്ട് വെച്ചേക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അത് പിടിച്ചടക്കണം. അരുണാചൽ പ്രദേശിനെ അവർ ഇന്ത്യയുടെ ഭാഗമായിട്ട് അംഗീകരിക്കുന്ന പോലുമില്ല. അതാണ് വാസ്തവം. അപ്പോൾ ആ രീതിയിൽ വളരെ തന്ത്രപ്രധാന സംഗതി ആയതുകൊണ്ടാണ് ഈ ചിക്കൻ നെക്ക് അത് അതിൻ്റെ സുരക്ഷ, അതിൻ്റെ എല്ലാം ഉറപ്പുവരുത്താനായിട്ട് കേന്ദ്ര സർക്കാർ പ്രത്യേകം ഒരു താല്പര്യം കാണിച്ചത്. ഇപ്പോൾ മമതാ ബാനർജി ഉണ്ടായിരുന്ന സമയത്ത് 3500 കോടി രൂപയാണ് ഇതിനു വേണ്ടി വകയിരുത്തിയിരുന്നത്. പക്ഷേ മമത അമ്പിലും വില്ലിലും അടുക്കുന്നില്ലായിരുന്നു. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, BSFന് പ്രത്യേക അധികാരം കൊടുത്തുകൊണ്ടൊരു ഉത്തരവ് വന്നിരുന്നു. സാധാരണഗതിയിൽ BSF ഈ അതിർത്തിയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ വരെയുള്ള പ്രദേശത്താണ് അവരുടെ അധികാര പരിധി ഉള്ളത്. അവിടെ സകല നിയന്ത്രണ അധികാരം അവർക്കാണ്. പക്ഷേ പുതിയ ഉത്തരവ് പ്രകാരം അത് 50 കിലോമീറ്റർ ആയിട്ട് വർദ്ധിപ്പിച്ചു. അപ്പോൾ ആ പ്രദേശത്ത് ഉറപ്പായിട്ടും BSFൻ്റെ സൈനിക സാന്നിധ്യം ഉണ്ടാകും, BSFൻ്റെതായ നിർമ്മിതികളുണ്ടാകും. ഏറ്റവും പ്രധാനം, ഈ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഒരു 500 കിലോമീറ്റർ പ്രദേശത്ത് നിയന്ത്രണ വേലി കെട്ടിയിട്ടില്ല. അപ്പോൾ ഈ ബംഗ്ലാദേശിൽ നമ്മൾ പഴയ കാലത്ത് നല്ല സൗഹൃദം ഉണ്ടായിരുന്ന സമയത്ത് ഈ വേലിയുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷെ പിന്നീട് അവിടുത്തെ സാഹചര്യമൊക്കെ മാറി വന്നപ്പോൾ ഷെയ്ഖ് ഹസീന അവിടുത്തെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ വേലി കെട്ടലൊക്കെ നടന്നത്. പക്ഷേ ഈ 500 കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് വേലിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള നുഴഞ്ഞുകയറ്റമല്ല, ഇങ്ങോട്ടുള്ള കടന്നുവരവ്, ബംഗ്ലാദേശികളുടെ കടന്നുവരവ്. അപ്പോൾ മമതയ്ക്ക് ഈ അവിടെ ഇങ്ങനെ കടന്നു വന്നവർ അല്ലെങ്കിൽ കുടിയേറി പാർക്കുന്നവർ വലിയൊരു വോട്ട് ബാങ്ക് കൂടിയായിരുന്നു. അവർ ഏറിയ പങ്കും അധിവസിക്കുന്നത് ഈ അതിർത്തി പ്രദേശത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് മമതയുടെ വോട്ട് ബാങ്ക്, അതൊരു കാര്യം. പിന്നെ ഈ ഇപ്പോൾ നിലവിൽ 120 ഏക്കർ പ്രദേശമാണ് സുവേന്ദു അധികാരി കേന്ദ്ര സർക്കാരിന് കൈമാറുന്നത്. അപ്പോൾ ഇത്രയും സ്ഥലം തന്നെ മമതയുടെ കാലത്തും കൈമാറുമ്പോൾ ഉറപ്പായിട്ടും അവിടെ അധിവസിക്കുന്നവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുകയോ കുടിയിറക്കുകയോ വേണ്ടിവരും. അപ്പോൾ മമതയ്ക്ക് അത് രാഷ്ട്രീയപരമായിട്ട് അതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം നന്ദിഗ്രാമും അതേപോലുള്ള പ്രശ്നത്തിൽ മറ്റേ ഭൂമി ഏറ്റെടുക്കലിനെതിരെ സമരം ചെയ്ത് അധികാരത്തിൽ വന്ന ആളാണ് മമതാ ബാനർജി. അപ്പോൾ ഇത്തരം കാരണങ്ങൾ പറഞ്ഞാണ് അവര് ഉടക്കി നിന്നത്. പിന്നെ പ്രത്യക്ഷത്തിൽ BJP സർക്കാർ നടപ്പിലാക്കുന്ന, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പല പദ്ധതികൾക്കും ഇവിടുത്തെ സംസ്ഥാന സർക്കാർ, തൃണമൂൽ കോൺഗ്രസ് രാഷ്ട്രീയപരമായ ബലാബലം, ഈഗോ ക്ലാഷ് അതും ഉണ്ടായിരുന്നു ഒരു പരിധി വരെ. അപ്പൊ ഇതൊക്കെയായിരുന്നു ഈ പദ്ധതി ഇതുവരെ അലങ്കോലപ്പെട്ട് നിൽക്കാൻ കാരണം. പക്ഷെ സുവേന്ദു അധികാരി അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ മെയ് 19 നടത്തിയ ഒരു സുപ്രധാന പ്രഖ്യാപനത്തിലാണ് ഈ പറയുന്ന
120 ഏക്കർ പ്രദേശം, ഈ ചിക്കൻ നെക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള 120 ഏക്കർ പ്രദേശം കേന്ദ്രത്തിന് കൈമാറും എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തി. അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നു. വലിയ താമസമില്ലാണ്ട് അതിന്റെ രേഖാമൂലമുള്ള കൈമാറ്റവും മറ്റു കാര്യങ്ങളൊക്കെ ഉടനെ ഉണ്ടാവും. അപ്പൊ ഇതില് ഈ കേന്ദ്ര സർക്കാരിന് കൈമാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധ മന്ത്രാലയത്തിനും BSFനും ആയിട്ടാണ് കൈമാറുന്നത്. അവിടെ ഏറ്റവും പ്രധാനം അവിടെ ഒരു 7 വലിയ റോഡുകൾ ഉണ്ടായിരുന്നു. അതിൽ അല്ലെങ്കിൽ ഹൈവേകൾ, അത് ദേശീയപാത അതോറിറ്റിക്കും NHIDCL എന്ന് പറയുന്ന മറ്റൊരു കൺസേണിനുമാണ് കൊടുക്കുന്നത്. അപ്പോൾ NHAA എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NHIDCL എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അടിസ്ഥാന സൗകര്യ വികസനം. ഈ അതിർത്തി മേഖലയിൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഉപേക്ഷിച്ചിട്ടേക്കുന്ന അല്ലെങ്കിൽ അവിടെ കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ മേഖലയിൽ വലിയ രീതിയിലുള്ള റോഡ് നിർമ്മാണം, ടണലുകൾ നിർമ്മാണം, പാലങ്ങളുടെ നിർമ്മാണം, അതൊക്കെയാണ് NHIDCL ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. ഇപ്പം ഈ മേഖലയിൽ അവർക്ക് പ്രധാനമായ 3 നിർമ്മാണ പ്രവർത്തനങ്ങൾ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അതൊന്ന് ഈ സെബോങ് കോറണേഷൻ ബ്രിഡ്ജ്, അതൊന്ന്. പിന്നെ ഭൂട്ടാൻ അതിർത്തിയിലേക്കുള്ള ഹസിമാര ജയ്ഗാവ് റോഡ്, ബംഗ്ലാദേശിൻ്റെ ഏരിയയിലോട്ടുള്ള ബംഗ്ലാദേശ് ചാങ് പ്രബാൻ കോറിഡോർ. ഇത്രയാണ് അവർ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. അപ്പോൾ വെറും സ്ഥലം കൈമാറ്റം ചെയ്യൽ, അവിടുത്തെ റോഡ് വികസനം എന്നതിലുപരി അതിൻ്റെ എന്താണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സൈനിക നീക്കം സുഗമമാക്കൽ. അത് ഞാൻ പറഞ്ഞല്ലോ, തന്ത്രപ്രധാന മേഖലയായതുകൊണ്ട് അവിടുത്തെ സൈനിക നീക്കം സുഗമമാക്കണം. അതിർത്തി സുരക്ഷ ഉറപ്പാക്കൽ, അതിർത്തി വേലി നിർമ്മാണം ഉറപ്പാക്കുക, ചരക്ക് നീക്കം, നമ്മൾ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ചരക്ക് ഗതാഗതമൊക്കെ ഈ പ്രധാനമായിട്ട് ഈ മാർഗം കൂടെയാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ബംഗ്ലാദേശിലാണെങ്കിൽ നമുക്ക് കടൽ മാർഗം സാധ്യമാണ്. അപ്പോൾ ആ ചരക്ക് നീക്കം സുഗമമാക്കാനും വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതിനിടയിൽ മറ്റൊരു സംഗതിയും കൂടി ഉണ്ട്. ഈ സിലിഗുരി ഇടനാഴി കേന്ദ്രീകരിച്ച് 2 റെയിൽപാത കടന്നു പോകുന്നത്, എന്ന് വെച്ചാൽ ഇരട്ടപ്പാത പോകുന്നുണ്ട്. അത് 4 വരി പാതയാക്കാനായിട്ട് ഇപ്പോൾ പദ്ധതിയുണ്ട്. അപ്പോൾ ഈ ഇരട്ടപ്പാത ഇപ്പോഴുള്ളത് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ ആ ഒരു ഡിവിഷന്റെ കീഴിൽ, അതായത് കത്തിഹാർ ഡിവിഷന്റെ കീഴിലാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇത് നിലവിലെ ഈ നേരത്തെ പറഞ്ഞ 8 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ നമ്മുടെ ഇന്ത്യയുമായിട്ട് ബന്ധിപ്പിക്കുന്ന റെയിലിന്റെ ഏക കണക്ടിവിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ പാസഞ്ചർ ട്രെയിനുകൾ ഇതിലൂടെ ഓടുന്നുണ്ട്, ഗുഡ്സ് ട്രെയിൻ ഓടുന്നുണ്ട്, സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനുകളും ഈ പാതയിലൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ വലിയ തിക്കും തിരക്കും അല്ലെങ്കിൽ ഗതാഗത കുരുക്ക് ട്രെയിനിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, നിലവിൽ നമ്മുടെ വന്ദേ ഭാരത്, രാജധാനി എക്സ്പ്രസ് പോലെയുള്ളതും ഈ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിവേഗ ട്രെയിൻ എന്നാണ് അറിയപ്പെടുന്നെങ്കിലും ഈ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അതിനും വലിയ കാലതാമസം, ബ്ലോക്കിൽപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് പരിഹാരം എന്ന നിലയിൽ നിലവിലുള്ള 2 വരി പാത 4 വരി പാതയാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ സൈനിക നീക്കം അടക്കമുള്ള കാര്യങ്ങൾ സുഗമമാക്കാൻ ഉദ്ദേശിച്ചിട്ടാണ്. ഇത് കൂടാതെ ഭൂമിക്കടിയിലൂടെ ഒരു ടണൽ 2 വരി തുരങ്കപാതയും നിർമ്മിക്കുന്നുണ്ട്. തുരങ്കപാത തുടങ്ങുന്നത് നമ്മുടെ ഡാർജിലിംഗ് അവിടെ നിന്നുള്ള, അതായത് ഈ വടക്കൻ ബംഗാളിന്റെ ഭാഗം, അവിടെ തീൻമേൽ ഹാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് തുടങ്ങി രംഗബാനി എന്ന് പറയുന്ന സ്ഥലത്ത് അവസാനിക്കുന്ന 35.76 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു തുരങ്കപാത, ഒന്നല്ല 2 പാതകൾ സൃഷ്ടിക്കുന്നുണ്ട്. അതില് അതിന്റെ ഈ ഭൂമിക്കടിയിലോട്ടുള്ളതിന്റെ ആഴം എന്ന് പറയുന്നത് 20 മുതൽ 24 മീറ്റർ വരെയാണ്. അപ്പൊ നിലവിൽ അവിടെ 2 വരി 4 വരി ആക്കുന്നത് കൂടാതെ ഈ തുരങ്കപാത നിർമ്മിക്കുന്നതിനും കാരണം അത് ഈ സൈനിക കാര്യങ്ങൾ മുൻനിർത്തിയാണ്. കാരണം അത് ഒരു തന്ത്രപ്രധാന മേഖലയാണ്. ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ സൈനിക നീക്കം മുടങ്ങാതെ നടക്കണമെങ്കിൽ ഒരു ഭൂഗർഭപാത അത്യാവശ്യമാണ്. കൂടാതെ ഈ നേരത്തെ, അതായത് സാധാരണ റെയിൽ പാതയിലൂടെ സൈനിക സാമഗ്രികൾ കൊണ്ടുപോകുമ്പോൾ അത് ആക്രമിക്കപ്പെടാനോ ആ പാത തകർക്കപ്പെടാനോ സാധ്യതയുണ്ട്. അപ്പൊ അതിന് പരിഹാരം എന്ന നിലയിൽ ഈ ഭൂഗർഭ പാതയിലൂടെയാണെങ്കിൽ നമുക്ക് മിസൈലുകൾ അടക്കമുള്ളവ നമുക്ക് അതിലൂടെ സൂക്ഷിക്കാനും പറ്റും. അറിയത്തില്ല ചാര ഉപഗ്രഹങ്ങൾക്ക് പോലും അത് ഒപ്പിയെടുക്കാൻ സാധിക്കുന്നവരില്ല. പിന്നെ അതിലും പ്രധാന സംഗതി, ഇവിടെ ഈ പ്രകൃതിയാലുള്ള ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. മണ്ണിടിച്ചില്, പ്രളയം, അത്തരം സാഹചര്യങ്ങൾ വരുമ്പോഴും ഈ റെയിൽ ഗതാഗതം താറുമാറാകുന്ന പ്രശ്നമുണ്ട്. അപ്പൊ ഈ ഭൂഗർഭ പാതയാണെങ്കിൽ അവിടെയും നമുക്ക് വലിയൊരു സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഈ സിലിഗുരി ഇടനാഴി അല്ലെങ്കിൽ അത്രയും ഭൂമിശാസ്ത്രപരമായ ചില പ്രതിബന്ധങ്ങളുടെ പേരിൽ ഈ 8 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പോലും മന്ദീഭവിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിൽ കൂടിയാണ് ഈ വലിയ വികസന പരിപാടികൾ വരുന്നത്. ഇനി ചൈനയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു.
കഴിഞ്ഞ ദിവസം ഒരു വാർത്താ ദൃശ്യം പുറത്തു വന്നു. ഉം. നമ്മുടെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിർത്തി മേഖലയിൽ, ചൈനയുടെ അതിർത്തി മേഖലയിൽ അതെ. ഉപഗ്രഹ ചിത്രം പ്രകാരം 11-ലധികം 5ാം തലമുറ വിമാനങ്ങൾ ചൈന തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ള ചിത്രമാണ് വന്നത്. J-20 മൈറ്റി ഡ്രാഗൺ എന്നാണ് ആ വിമാനങ്ങളുടെ പേര്. അപ്പൊ ചൈന അതിസൂക്ഷ്മമായിട്ട് ഈ കാര്യങ്ങൾ വിലയിരുത്തുകയും ഏത് സമയത്തും വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതെല്ലാം കൂടി കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പരിപാടിക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് ചൈനയെ സംബന്ധിച്ചൊരു മുൻ അനുഭവം ഉണ്ട്. നമ്മുടെ ഭൂട്ടാനില് ഈ ഡോക്ലാം എന്ന് പറയുന്ന പ്രദേശത്ത് ചൈന നിർമ്മാണ പ്രവർത്തനമായിട്ട് വന്നു. അപ്പോൾ ഭൂട്ടാൻ സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ത്യൻ സൈന്യം പോയാണ് അവരെ തടഞ്ഞത്. അല്ലെങ്കിൽ യുദ്ധം എന്നല്ല അതിനർത്ഥം. അവിടെ ഇന്ത്യൻ സൈന്യം നിലയുറപ്പിച്ചതുകൊണ്ട്, പിന്നെ ഒരു സംഘർഷ അന്തരീക്ഷം ഉടലെടുത്തതുകൊണ്ട് പിന്നെ ചൈന പിൻവാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞു 3 രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്. ചൈനയ്ക്കും അവിടെ കടന്നു വരാൻ സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ മുൻകാലങ്ങളിൽ ഈ പറയുന്ന ഇതിന്റെ വീതി 20 മുതൽ 22 കിലോമീറ്റർ മാത്രം വീതി ഉള്ളത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് അതൊരു ദൗർബല്യമായിരുന്നു മുൻകാലങ്ങളിൽ. കാരണം ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ നമുക്ക് നമ്മുടെ 8 സംസ്ഥാനങ്ങളിലോട്ടുള്ള ആക്സസ് ഇല്ലാണ്ടാകും. അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തിരുന്നു. അപ്പൊ നമ്മുടെ ഒരു ടെൻഷൻ മേഖലയായിരുന്നു അത്. പക്ഷെ ഇപ്പോൾ അത് മാറി. ഇപ്പൊ അവിടെ വലിയ രീതിയിലുള്ള സൈനിക സന്നാഹങ്ങൾ ഒരുക്കുന്നുണ്ട്. അവിടെ അടിസ്ഥാന സൗകര്യ വികസന പരിപാടികൾ നടക്കുന്നുണ്ട്. ഈ ചിക്കൻ നെക്കിന്റെ സംരക്ഷണം മാത്രം ലക്ഷ്യമിട്ട് എയർബേസുകൾ പോലും, അല്ലെങ്കിൽ മിസൈൽ സംവിധാനങ്ങൾ പോലും സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പഴയ ചിക്കൻ നെക്ക് അല്ല ഇപ്പോഴുള്ളത്, അല്ലെങ്കിൽ പഴയ സിലിഗുരി ഇടനാഴി അല്ല ഇപ്പോഴുള്ളത്. ഈ ചിക്കൻ നെക്ക് എന്ന പേര് തന്നെ വരാൻ കാരണം അതിന്റെ അതെ, ഈ കോഴിയുടെ കഴുത്തിന് എന്ത് വലിപ്പം ഉണ്ടാകും അത്ര. നമ്മൾ ഈ പുറമേ കാണുന്ന രാജ്യത്തെ സംബന്ധിച്ച് ആ സ്ഥലം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. അതെ, വലിയ പ്രകൃതി രമണീയമായ സ്ഥലം കൂടിയാണ്, ഒരുപാട് കാഴ്ചകളുള്ള ഒരു പ്രദേശം കൂടിയാണ്. പക്ഷേ ഇതേപോലുള്ള സുരക്ഷാ ഭീഷണികളുമുണ്ട്. ഏതായാലും ഈ പറയുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇത് കേന്ദ്ര സർക്കാരിലോട്ട് ഇത് കൈമാറുന്നത് വഴി നിലവിൽ ആ പ്രദേശവുമായിട്ട് എന്തൊക്കെ ആശങ്കകളുണ്ടോ അതിനൊക്കെ 100% പരിഹാരവും. കാരണം സൈന്യത്തിന്റെ കയ്യിലോട്ടാണ് അത് കൊടുക്കുന്നത്. അവിടെ സംസ്ഥാന സർക്കാരിന് റോളില്ല. അവിടെ ഫുള്ള് കേന്ദ്ര സർക്കാരും അവിടുത്തെ BSF ആയിരിക്കും ഈ കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നു.